15 മീറ്റർ താഴെ വെള്ളത്തിൽ നിന്നാണ് ഇനി ഈ ലോറിയുടെ ഭാഗങ്ങൾ എടുക്കേണ്ടത്, അല്ലെങ്കിൽ ഇതിൻ്റെ ക്യാബിൻ എടുക്കേണ്ടത്. അത് ഏത് വിധേന തുടങ്ങിയ കാര്യങ്ങൾ ഇപ്പോൾ താങ്കൾക്ക് പറയാൻ കഴിയുമോ? ഞാൻ മനസ്സിലാക്കിയത് ഇന്ന് നേവിയുടെ സ്കൂബ ഡൈവർമാർ അടക്കം അവിടേക്ക് പോയിരുന്നു, ഈ സ്പോട്ടിലേക്ക് പോയിരുന്നു. പക്ഷെ അവർ തിരിച്ചു വന്നു, കാരണം കാലാവസ്ഥ പ്രതികൂലമായിരുന്നു. അപ്പോൾ നാളെ ഇവർ ഈ ലോറിയുടെ അടിത്തട്ട് വരെ, അല്ലെങ്കിൽ ലോറിയുടെ അടുത്ത് വരെ എത്തുകയും അതിനകത്ത് ആളുണ്ടോ എന്ന് പരിശോധിക്കുകയും ചെയ്തതിന് ശേഷം തിരികെ വരികയാണോ ചെയ്യുക? എന്താണ് ഇനിയുള്ള താങ്കൾ മനസ്സിലാക്കുന്നതനുസരിച്ചുള്ള ആക്ഷൻ? ഓക്കെ, അതിലവരുടെ സ്കൂബ ടീമിനെ ഡൈവ് ചെയ്ത് പോയിട്ട് എന്തെങ്കിലും റോപ്പ് ലൈൻ ഡ്രോപ്പ് എന്തെങ്കിലും അതിനകത്ത് കണക്ട് പിന്നെ ലോക്ക് ചെയ്യാൻ പറ്റുവാണെങ്കിൽ ആ ലോറി വലിച്ചെടുക്കാം. കാരണം വെള്ളത്തിൻ്റെ അടിയിൽ നിന്നാണ് കൂടുതൽ വെയിറ്റ് ഉണ്ടാവില്ല, നോർമലി വെയിറ്റ് കുറവായിരിക്കും വെള്ളത്തിൽ നിന്ന് പൊക്കിയെടുക്കാൻ. അപ്പോൾ അവർക്കത് അവിടെ എത്തുക എന്നുള്ളതാണ് പ്രശ്നം. സ്കൂബ ഡൈവേഴ്സ് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് റോപ്പോ അല്ലെങ്കിൽ ഹാൻഡ് റോപ്പോ എന്തെങ്കിലും ഉപയോഗിച്ചിട്ട് അത് പൊക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ അവിടെ എത്താനുള്ള ബുദ്ധിമുട്ടാവും. ഇപ്പോൾ ഒന്ന് കാലാവസ്ഥയുടെ പ്രശ്നം, കുത്തൊഴുക്കും മഴയും ഒക്കെ വരുന്നത്. അപ്പോൾ അത് നാളെ അവർക്ക് ചെയ്യാവുന്ന കേസേ ഉള്ളൂ എന്നാണ് ഞാൻ കരുതുന്നത്. നല്ല ഒഴുക്കുള്ള നദിയാണ് അത്, ഡ്രൈവേഴ്സിനോട് എത്തുന്നതിന് ബുദ്ധിമുട്ടൊന്നുമില്ല. അതെ, അല്ല, നല്ല ഒഴുക്കുള്ള നദിയാണ്. അപ്പോൾ നമ്മൾ ശാന്തമായ ഒരു ജലാശയത്തിൽ ഡൈവ് ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമായിരിക്കുമോ? നേവിയുടെ ടീമാണ്, ഏറ്റവും എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ആളുകൾ നിശ്ചയമായും അക്കാര്യത്തിൽ എക്സ്പേർട്ടുകളായിട്ടുള്ള ആളുകൾ തന്നെ ഉണ്ടാവും. എങ്കിലും അത് ശ്രമകരമായ ദൗത്യമായിരിക്കില്ലേ? അത് ശ്രമകരമായിരിക്കും. ശക്തമായ മഴയും ഒഴുക്കൊക്കെ കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാവും. പിന്നെ ഒരു ടീമായിട്ടാണ് വർക്ക് ചെയ്യുന്നത്, ഒരാൾ തന്നെ ആയിരിക്കില്ല, ഒരു ടീം 2 പേർ വെച്ചൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ, കുറച്ച് സമയം എടുത്താലും ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഈ മുമ്പ് അദ്ദേഹം പറഞ്ഞു, കേണൽ പറഞ്ഞു, അപ്പോൾ നമ്മളൊരു റെസ്ക്യൂ ഓപ്പറേഷൻ, ഡിസാസ്റ്റർ റെസ്ക്യൂ ഓപ്പറേഷൻ കേരളത്തിലൊക്കെ നമ്മൾ ചെയ്യുന്നത്, കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഞങ്ങളൊക്കെ ചെയ്യുന്നത്, ഇപ്പോൾ കവളപ്പാറ ആയാലും വെട്ടിമുടി ആയാലും കട്ടിപ്പാറ ആയാലും പുത്തുമല ആയാലും അവിടെ നമ്മളവിടെ ചെന്ന് കഴിഞ്ഞാൽ ഒരു കൺട്രോൾ റൂം സെറ്റ് ചെയ്തിട്ട് ഒരു ഇൻസിഡൻറ്റ് റെസ്പോൺസ് സിസ്റ്റം നമ്മൾ ആക്കും. എന്ന് പറഞ്ഞാൽ ഒരു ഇൻസിഡൻറ്റ് കമാൻഡർ ഉണ്ടാവും, ഇതിനെല്ലാം കൺട്രോൾ ചെയ്യാൻ വേണ്ടി ഒരു കമാൻഡിങ് ഓഫീസർ ഉണ്ടാവും. അതിൻ്റെ അണ്ടറിൽ കുറേ ടീമുകളുണ്ടാവും, ഓപ്പറേഷണൽ ടീമുകൾ കുറേ ടീമുകളുണ്ടാവും. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി പ്ലാനിങ് മറ്റ് ജില്ലാ കളക്ടറും അതുപോലെ മറ്റ് റവന്യൂ അധികാരികൾ, തഹസീൽദാർ, പോലീസ് ഓപ്പറേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഒരു ടീമാണ് സെറ്റ്. ഇതിൻ്റെ കൂടെ തന്നെ നമ്മുടെ ഓപ്പറേഷണൽ വിങ്ങിൻ്റെ കൂടെ തന്നെയാണ് നമ്മൾ ഇവരെ സെറ്റ് ചെയ്യുന്നത്, ഈ ലോക്കൽ വോളണ്ടിയർ ടീം അല്ലെങ്കിൽ വോളണ്ടിയേഴ്സിനെ. ഇപ്പം ഞങ്ങളുടെ കൂടെയൊക്കെ കവളപ്പാറയൊക്കെ നിലമ്പൂർ 200-ലധികം വോളണ്ടിയേഴ്സ് വർക്ക് ചെയ്തു. പക്ഷേ ഇതിന് ലീഡർഷിപ്പായിട്ട് ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ തയ്യാറാക്കുന്നത് നമ്മുടെ ഓഫീസേഴ്സാണ്. സുപ്പീരിയർ ഫയർ ആൻഡ് റെസ്ക്യൂവിൻ്റെ ഓഫീസറാണ് ഇവിടെ ചെയ്യുന്നത്. അവിടെ ഏതാണ് ടോപ്പ് മോസ്റ്റായിട്ട് ലീഡ് ചെയ്യുന്ന ടീം എന്ന് വെച്ചാൽ അവരായിരിക്കും. നേവി ആണെങ്കിൽ നേവി, അല്ലെങ്കിൽ സ്റ്റേറ്റ് SDRF ആണ് SDR, NDRF. അപ്പോൾ ആ ഒരു ലീഡിങ് ടീമാണ് അവർ, അതിൻ്റെ ഓഫീസറാണ് അവിടെ ചാർജ് വഹിക്കുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്ലാൻ ഓഫ് ആക്ഷൻ ഓരോ ദിവസവും ഉണ്ടായിരിക്കണം. അതിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഈ ലോക്കൽസിനെ ഉപയോഗിക്കേണ്ടത്, വോളണ്ടിയർ ടീമിനെ ഉപയോഗിക്കുന്നത്. അല്ലാതെ ഇവർ പറയുന്ന കേട്ടിട്ട് അവിടെ സെർച്ച് ചെയ്യുക, ഇവിടെ സെർച്ച് ചെയ്യുക എന്നുള്ള. കാരണം 1-2 കാര്യം എനിക്ക് പറയാം. ഇപ്പോൾ GPS റഡാറിൻ്റെ സിഗ്നൽ കിട്ടുന്ന കാര്യം, GPS റഡാർ ആക്ച്വലി ഈ ചെളിയും വെള്ളമുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യുന്നില്ല. അതിൻ്റെ GPS റഡാറിൻ്റെ റേഡിയോ വേവ്സ് താഴേക്ക് ഒരു പരിധിക്കുള്ളിൽ പോവില്ല. അതിനെ ഇൻ്റർഫിയർ ചെയ്യുന്ന ഇലക്ട്രിക്കൽ കണ്ടക്റ്റിവിറ്റിയുള്ള സോയിൽ ഉണ്ടെങ്കിൽ അത് 3 അടി പോലും താഴെ പോവില്ല. അതുകൊണ്ട് അത് നോക്കിയിട്ട് നമ്മൾ സെർച്ച് ചെയ്യാതെ ഈ ഒരു ലോറി വീണു എന്ന് കരുതുന്ന ദൃക്സാക്ഷികളുടെ ഒക്കെ പലതും നമ്മൾ വിളിച്ചിട്ട് ആ ഏരിയ ഏകദേശം ഒന്ന് നോക്കിയിട്ട് അതിൻ്റെ ലെഫ്റ്റ്, റൈറ്റ്, ടോപ്പ്, ബോട്ടം എല്ലാ ഏരിയയും ഒരേ സമയം സെക്ടറായി ഡിവൈഡ് ചെയ്തിട്ട് താഴെ അറ്റം വരെ പുഴ വരെ സെർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ അവിടെ ഒരു സ്ഥലത്ത് ഇല്ല എന്നുള്ള കാര്യം ട്രേസ് ഔട്ട് ചെയ്യുക, ഉറപ്പ് വരുത്തുക. ഒരു പോയിന്റ് പോലും മിസ്സാവാതെ ഒരു അറ്റ് എ ടൈം എത്ര ഹിറ്റാച്ചി അല്ലെങ്കിൽ JC എർത്ത് മൂവേഴ്സ് ഒരു 10-20 എണ്ണം വെച്ചിട്ടൊക്കെ സെർച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ അതിനിടയ്ക്ക് ഈ സിഗ്നൽ നോക്കിയിട്ട് പോകേണ്ട കാര്യം, സിഗ്നൽ സൈഡ് ബൈ സൈഡായിട്ട് സിഗ്നൽ നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു പക്ഷേ കിട്ടുന്നത് കിട്ടിക്കോടെന്നല്ല. അപ്പോൾ അതല്ലാതെ അതിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്ത് പോകാൻ പാടില്ല എന്നുള്ളതാണ് അതിനകത്ത് ഒരു കാര്യം. പിന്നെ അക്കാര്യത്തിൽ ഒരു വീഴ്ച വന്നിട്ടുണ്ടാകാം. കാരണം കഴിഞ്ഞ 4 ദിവസം, അതായത് ഇന്നലെ ഒഴിച്ച് നിർത്തിയാൽ ബാക്കി കഴിയാൻ മുമ്പുള്ള 4 ദിവസവും കരയിലെ മണ്ണ് നീക്കലായിരുന്നു. അത് ഒരു തവണ മണ്ണിട്ടെടുത്ത് വീണ്ടും നോക്കുന്ന സാഹചര്യം. അതായത് ഇവിടെ ഉണ്ടാകാം, ഇവിടെ നിന്ന് സിഗ്നൽ ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഇങ്ങനെയുള്ള ചില സൂചനകൾ ലേമാനായിട്ടുള്ള സാധാരണ മനുഷ്യരായിട്ടുള്ള ആളുകൾ നൽകുകയും, അല്ലെങ്കിൽ ഈ ബന്ധുക്കളും ഈ പറഞ്ഞ രക്ഷാപ്രവർത്തകരൊക്കെ നൽകുകയും ഇവിടെ നോക്കണം എന്ന നിലപാടെടുക്കുകയും അവിടെ മണ്ണ് മാറ്റുകയൊക്കെ ചെയ്തത് നമ്മളവിടെ തത്സമയം കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നല്ലോ. അപ്പോൾ അതൊരു യഥാർത്ഥത്തിൽ ഒരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയർ അനുസരിച്ച് നടക്കേണ്ട രക്ഷാപ്രവർത്തനത്തിൽ അങ്ങനെ നടക്കാൻ പാടുണ്ടായിരുന്നോ? ഒരിക്കലും ഇല്ല, അങ്ങനെ ചെയ്യാൻ പാടില്ല. ഞങ്ങളൊക്കെ കുറേ ലാൻഡ്സ്ലൈഡ് റെസ്ക്യൂ ഓപ്പറേഷനിൽ പങ്കെടുത്തിട്ടുള്ളതാണ്, ലീഡ് ചെയ്തിട്ടുള്ളതാണ്. കൊളപ്പാറ ഉൾപ്പെടെ പെട്ടിമുടി എക്സ്പീരിയൻസ് അറിയാം, പല സ്ഥലത്തും നമ്മൾ പങ്കെടുത്തിട്ടുള്ളതാണ്. നമ്മളൊരിക്കലും അങ്ങനെ നമുക്കൊരു പ്ലാൻ ഓഫ് ആക്ഷൻ ഉണ്ടാവും. കാരണം നമ്മൾ ഈ ലോക്കൽ വോളണ്ടിയേഴ്സിൻ്റെയും നാട്ടുകാരുടെയൊക്കെ അഭിപ്രായം സ്വീകരിക്കും, എന്നിട്ട് അതെല്ലാം ചേർന്ന് നമ്മളൊരു തീരുമാനം എടുക്കും. അത് പ്രകാരമാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ഒരിക്കലും അവരല്ല, കാരണം അവർക്ക് സയൻറ്റിഫിക് ആയിട്ടുള്ള നോളജ് ഉണ്ടാവണമെന്നില്ല. അപ്പോൾ ഒരു രക്ഷാപ്രവർത്തനം പറഞ്ഞു കേട്ടു,
ലോറി GPS റഡാർ എന്തോ സംവിധാനം വെച്ച് കണ്ടുപിടിക്കുക, എന്നിട്ട് മണ്ണിൽ കൂടെ ഒരു ട്യൂബ് ഇട്ടിട്ട് അയാളെ പുറത്തെടുക്കാന്നൊക്കെ പറയുന്നത് കേട്ടു. അങ്ങനെ അൺസയൻറ്റിഫിക് ആയിട്ടുള്ള പല കാര്യങ്ങളും. പക്ഷേ അവരെ കൃത്യമായിട്ട് ലീഡ് ചെയ്യാനുള്ള ഓഫീസേഴ്സാണ് അത് ചെയ്യേണ്ടത്. കാരണം ഇവരെ നമ്മൾ കൃത്യമായിട്ട് ലീഡ് ചെയ്ത് അവർക്ക് അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ പറ്റും. കാരണം അവരെന്തിനും റെഡിയാണ്, സ്വന്തം ജീവൻ പോലും കളഞ്ഞിട്ടാണ് നമ്മുടെ രക്ഷാപ്രവർത്തകർ പോയി വർക്ക് ചെയ്യാൻ. നമ്മുടെ മലയാളി രക്ഷാപ്രവർത്തകർ കേരളത്തിലായാലും ഇപ്പോൾ അവർ പുറത്തായാലും ചെയ്യുന്നത് അങ്ങനെ തന്നെയാണ്. പക്ഷെ അവർക്ക് സയൻറ്റിഫിക്കായിട്ട് ലീഡ് കൊടുക്കാൻ പറ്റുമെന്നുള്ളതാണ് അവർ ചെയ്യേണ്ടത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ ഒരു പ്രശ്നമൊന്നും ഉണ്ടാവില്ല. നമ്മൾ ഓരോ ഏരിയ ട്രേസ് ഔട്ട് ചെയ്ത് താഴെ ഏറ്റവും വരെ പുഴ വരെ നമുക്കില്ലാന്ന് ഉറപ്പ് വരുത്തുക. പുഴയുടെ ഇടയ്ക്ക് റോഡുണ്ട്, റോഡ് താഴെ മണ്ണുണ്ട്. ആ പുഴ എത്തുന്ന വരെ നമുക്ക് ആ ചാൻസുകൾ എലിമിനേറ്റ് ചെയ്ത് താഴേക്ക് പോവാം. അപ്പോൾ അത് ആണ് ചെയ്യുന്നത്. അല്ലാതെ നമ്മൾ ഓരോ തവണ ഒരു കളഞ്ഞു പോകുന്ന സാധനം തപ്പുന്ന പോലെ പല സ്ഥലത്ത് പോയി നോക്കുന്ന ഒരു സിസ്റ്റം ശരിയല്ല. നമ്മൾ SOP പ്രകാരം ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇപ്പോൾ അവിടെ സാഹചര്യങ്ങൾ ഇപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് ബുദ്ധിമുട്ട്, വീണ്ടും മണ്ണിടിയാൻ പോകുന്ന സ്ഥലങ്ങളുണ്ടാവാം. അപ്പോൾ അവരുടെ സേഫ്റ്റി നോക്കേണ്ടി വരും, ശക്തമായ മഴയുണ്ടെങ്കിൽ നിർത്തി വെക്കേണ്ടി വരും. അങ്ങനെയുള്ള കുറേ ഇഷ്യൂസ് അവിടെ ഉണ്ട്. പക്ഷെ എന്നാലും നമ്മളൊരു SOP ഉണ്ടായിരിക്കണം. ഒരു ഓപ്പറേഷൻ തുടങ്ങുന്ന തൊട്ട് ഫസ്റ്റ് ഡേ തൊട്ട് ലാസ്റ്റ് ഡേ വരെ നമ്മളൊരു സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റീവ് പ്രൊസീജിയർ ഉണ്ടായിരിക്കണം. അതിൽ നമ്മൾ മാക്സിമം ആദ്യം നമ്മൾ ലൊക്കേറ്റ് ചെയ്യാൻ എവിടെയാണ് അപ്രോക്സിമേറ്റ് ആ ലോറി ഉണ്ടായിരിക്കുന്നതെന്ന് ദൃക്സാക്ഷികൾ അല്ലെങ്കിൽ അവിടെ കണ്ടിട്ടുള്ള ആരെങ്കിലും പരമാവധി അവരുടെ നിന്ന് വിവരങ്ങൾ കളക്ട് ചെയ്യുക. എന്നിട്ട് ആ പൊസിഷൻ നോക്കിയിട്ട് അതിന് ചുറ്റും എല്ലാ ഏരിയയും താഴെ അറ്റം വരെ ടോപ്പ് ടു ബോട്ടം ലെഫ്റ്റ് റൈറ്റ് എല്ലാ ഏരിയ സെക്ടർ തിരിച്ചിട്ട് ഓരോ ടീമായിട്ട് ഓരോ സെക്ടറിനും ഓരോ ഓഫീസേഴ്സിനെ തന്നെ പോസ്റ്റ് ചെയ്തിട്ട് ആ ഓഫീസേഴ്സിനെ കൂടെ ഈ ലോക്കൽ വോളണ്ടിയർ ടീമിനെയും നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ ടീമിനെയൊക്കെ ഉൾപ്പെടുത്തി ഒരു സെർച്ച്, അങ്ങനെയാണ് ആ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് ആ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യാൻ നമുക്ക് എല്ലാ ഏരിയയും കാരണം ഈ മണ്ണെടുത്തിട്ട കേസ് പറഞ്ഞു, ഒരിക്കലും മണ്ണെടുത്തിട്ട് വീണ്ടും കുഴിച്ചു പോയത് മണ്ണെടുത്തിട്ട കേസ് അവിടെ കുഴിക്കാത്തൊരവസ്ഥ വരുന്ന ഒരു കേസ് ഒരിക്കലും വരാൻ പാടില്ല. കാരണം നമ്മൾ മണ്ണ് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആ റിമൂവ് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ തിരിച്ചിടണം. അങ്ങനെ താഴേക്ക് പോകാൻ പാടുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ മണ്ണിടുന്ന സ്ഥലത്ത് മേ ബി ഉണ്ടായിരിക്കാം എന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഇഷ്യൂസ് ഉണ്ട്. അതൊക്കെ നമ്മൾ സിസ്റ്റമാറ്റിക്കായിട്ട് സെർച്ചിൻ്റെ സെക്ടറായിട്ട് സെർച്ച് ചെയ്യുന്നതിൻ്റെ സിസ്റ്റമാറ്റിക്കായിട്ട് ചെയ്യണം. ഒരുപക്ഷെ നമുക്കറിയാം 2018 ഫ്ലഡ് കഴിഞ്ഞിട്ട് കേരള ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും നമ്മുടെ ഗവൺമെൻറ്റും നമ്മുടെ മിഷനറിയും അഡ്മിനിസ്ട്രേഷനും നമുക്കൊരു വളരെ വലിയ എക്സ്പീരിയൻസ് ആയിരുന്നത്. അതുകൊണ്ട് അത് തൊട്ട് നമ്മൾ വളരെയധികം ഈ കാര്യത്തിൽ ഡിസാസ്റ്റർ മാനേജ്മെൻറ്റിൽ വളരെയധികം മുൻപന്തിയിലായി ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും കേരള ഗവൺമെൻറ് ആയാലും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് ആ ഒരു SOP കറക്റ്റായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നുണ്ട്. ഒരുപക്ഷെ എനിക്ക് തോന്നുന്നു അവിടെ ആ ഒരു സിസ്റ്റം അത്ര ഒരുപാട് കാര്യങ്ങൾ കുറ്റം പറയാം കഴിഞ്ഞ 2 ദിവസങ്ങളിൽ ഉണ്ട്, പക്ഷെ അതിന് മുമ്പ് അങ്ങനെ ഉണ്ടായില്ല എന്നുള്ളത് ശരിയായിട്ടുള്ള കാര്യമാണ്.